കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ജ്യൂസാണ് കേട്ടോ. അധികം പഴുക്കാത്ത ഒരു പുളിയും മധുരമൊക്കെ ഉള്ള മാങ്ങ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് കാണിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അധികം പഴുക്കാത്ത മാങ്ങയാണ്. അപ്പോൾ ഈ മാങ്ങയുടെ തൊലിയൊക്കെ നമുക്കൊന്ന് കളയാം. അപ്പോൾ ഇനി മാങ്ങ നമുക്ക് കഴുകിയെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ജ്യൂസിലേക്ക് പഞ്ചസാര സിറപ്പാക്കിയിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1/4 കപ്പ് പഞ്ചസാരക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഷുഗർ സിറപ്പ് ഞാനൊന്ന് തണുത്തതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ജ്യൂസ് ഒട്ടും തിക്കല്ല, ഇത് കുടിക്കാൻ പാകത്തിന് ഒരു ലൂസായിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം. മാങ്ങ അടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഒരു ജഗ്ഗിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ജ്യൂസ് ഒഴിക്കാനായിട്ടുള്ള ഗ്ലാസ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഐസ് വേണമെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. പിന്നെ 2 കഷ്ണം മാങ്ങ ഞാനിവിടെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ജ്യൂസ് കുടിക്കുമ്പോൾ ഒന്ന് കടിക്കുന്നത് നല്ല ടേസ്റ്റ് അല്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഈ ജ്യൂസ് നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് പിസ്ത ഒന്ന് പൊടിച്ചിട്ട് അതിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പഴുത്ത മാങ്ങ കൊണ്ട് ജ്യൂസ് അടിക്കുമ്പോൾ ഒരു ഓറഞ്ച് യെല്ലോ കളറായിട്ടാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇത് അധികം പഴുക്കാത്ത എന്നാൽ കുറച്ച് പുളിയോട് കൂടി മധുരത്തോടു കൂടിയുള്ളൊരു മാങ്ങ നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ ഈ ഒരു യെല്ലോ ഗ്രീൻ കളറായിട്ട് നല്ലൊരു കളറായിട്ട് ഒരു ജ്യൂസ് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണേ. ഓക്കെ.